ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയും CPIയുടെ അനശ്വര നേതാവുമായിരുന്ന അച്യുതമേനോൻ ഭരണമേറ്റതിനു പിന്നാലെ എതിരാളികൾ മുഴക്കിയ ഒരു മുദ്രാവാക്യമുണ്ട്. ആരെടാ ഈ അച്യുതമേനോൻ എന്നായിരുന്നു ആ മുദ്രാവാക്യം. ഭൂരഹിതരായ പതിനായിരങ്ങൾക്ക് സഖാവിൻ്റെ സർക്കാരിൻ്റെ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്ന KT ജേക്കബ് പട്ടയം നൽകി ഭൂമിയുടെ ഉടമകളാക്കിയതിനെ പരിഹസിച്ച് പ്രതിയോഗികൾ നടത്തിയ പ്രകടനത്തിലെ ഒരു മുദ്രാവാക്യമായിരുന്നു ഇത്. അച്യുതമേനോന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് തലസ്ഥാനത്ത് CPIയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥയിൽ മുഴക്കിയ ഒരു മുദ്രാവാക്യം രക്തക്കൊടിയുടെ തണലിൽ വിടരും വർഗവികാരം സിന്ദാബാദ്, അറബിക്കടലിനാഴത്തിൽ മർദ്ദിത വർഗ ശബ്ദമിത, മർദ്ദകർ ഞെട്ടും ശബ്ദമിത, എൻഗുലാബ് സിന്ദാബാദ് എന്നായിരുന്നു. 55ഓളം വർഷങ്ങൾക്ക് മുമ്പ് മുഴക്കിയ ആ മുദ്രാവാക്യം ഇന്നും പ്രസക്തിയോടെ ജനമനസ്സുകളിൽ ത്രസിച്ചു നിൽക്കുന്നു. രക്തക്കൊടിയുടെ തണലിൽ വിടരേണ്ടത് വർഗവികാരമാണെന്നും അന്യവർഗ ചിന്താഗതിയല്ലെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം നടത്തിയ ഓർമ്മപ്പെടുത്തലും അതുതന്നെയായിരുന്നു. ചെങ്കൊടിക്ക് അപമാനമാവുന്ന തമോ ശക്തികൾ ചെങ്കൊടി തണലുകളിൽ വിരാജിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അപമാനിക്കപ്പെടുന്നതെന്നും അപജയിക്കപ്പെടുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ പ്രസ്ഥാനത്തിൻ്റെ കാര്യസ്ഥന്മാരാകുമ്പോഴാണ് കമ്മ്യൂണിസമല്ലാതായി ആകുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനെന്ന വ്യാജേനയെത്തുന്ന ഈ ക്രിമിനലുകളെ ചിറകിൻ കീഴിൽ ഒതുക്കുന്നതിനെക്കുറിച്ചാണ് ബിനോയ് വിശ്വം മുന്നറിയിപ്പ് നൽകിയത്.